ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫാദിക്കുട്ടൻ്റെ സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ്, 4:30 ആകുമ്പോൾ മോനെ സ്കൂളിൽ കൊണ്ട് ചെല്ലണം എന്ന് മിസ്സ് വിളിച്ച് പറഞ്ഞു. അങ്ങനെ വാപ്പച്ചി മോനെ 4:30 ആയപ്പോഴത്തേക്കും സ്കൂളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഒരുങ്ങി നിന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പോകാമെന്നാട്ടോ കരുതിയെ. പക്ഷേ വാപ്പച്ചി വിളിച്ച് പറഞ്ഞു അവിടെ നല്ല സൗണ്ട് ഉണ്ട്, മോക്ക് സൗണ്ട് തീരെ പറ്റത്തില്ല, കാരണം അവളെ ഭയങ്കര നിർബന്ധം കാണിച്ചാലോ എന്ന് കരുതിയിട്ട് പിന്നെ മോളും വെച്ച് വീട്ടിൽ നിന്നു. പിന്നെ ഇവരുടെ പ്രോഗ്രാംസിലായി I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. ഡാൻസ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയി ക്ലാസ്സിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് വന്നു. എന്നിട്ട് ഇതേ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം അവിടെ നിന്നില്ല. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു, എല്ലാ പ്രോഗ്രാംസും നല്ല ഒന്നിനൊന്നും അടിപൊളിയായിരുന്നു. വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് മോന് ബ്രോസ്റ്റഡ് വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അവനൊരു ബ്രോസ്റ്റഡ് മേടിച്ച് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡാൻസ് നന്നായിട്ട് കളിച്ചാൽ മേടിച്ച് കൊടുക്കാമെന്ന്. പക്ഷേ ഇത് നന്നായിട്ട് കളിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചതിൽ നന്നായിട്ട് കളിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മോൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ഇവരെയൊക്കെ കുട്ടികളെയൊക്കെ നല്ല ഫ്രഷായിട്ട് കൊണ്ടുപോകണമെന്ന് മിസ്സ് പറഞ്ഞു, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതുണ്ടെങ്കിൽ ഈവനിങ് ആവുമല്ലോ, അവിടെ മേക്കപ്പൊക്കെ ചെയ്ത് ഇരുത്തി കഴിയുമ്പോൾ ഇവർ ഉറങ്ങിപ്പോവും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് മോനെ ഒന്ന് കിടത്തി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും പിന്നെ ഇവനാകെ മൂഡ് ഔട്ടായിരുന്നു. ഞാൻ ഒരുക്കിയപ്പോഴും ഒന്നും അവനാകെ ഗ്ലൂമി ആയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ടൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോന് ബ്രോസ്റ്റഡ് മേടിച്ചു തരാമെന്ന്. അപ്പോൾ എന്നിട്ടും വലിയ മുഖത്ത് തെളിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ബ്രോസ്റ്റഡ് മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 15 മിനിറ്റ്സോളം എടുക്കും. അങ്ങനെ 15 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങളവിടെ ഇരുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. മോനൊരു കിൻഡർ ജോയൊക്കെ മേടിച്ച് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. മോൻ്റെ ക്ഷേമം ആകെ നശിച്ചു. വീട്ടിലെങ്ങനെയെങ്കിലും എത്തിയാൽ മതി ഇതൊക്കെ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടോസ്റ്റഡ് കിട്ടി. അതും മേടിച്ച് നേരെ വീട്ടിലെത്തി ഞങ്ങളൊക്കെ അത് കഴിച്ചിട്ട് പിന്നെ കുറേ നേരം മോളെ കളിപ്പിച്ചു കേട്ടോ. ഇത്രയും നേരം ഞാൻ ആദ്യമായിട്ടാണ് അവളെ വിട്ട് നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടെ ഉറങ്ങാനായിട്ട് ബെഡിൽ കൊണ്ടുവന്നു. ഇനി മോളെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. കഴിഞ്ഞ 2 മാസമായിട്ട് മോൻ്റെ ടീച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ കുട്ടികളെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. അതിൻ്റെ റിസൾട്ട് നന്നായിരുന്നു. കാരണം ഇവരെല്ലാവരും പറ്റുന്ന പോലെ നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് ദിവസം സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ഡാൻസ് നല്ലതാണ്.